പ്രിയ വിദ്യാർത്ഥികളെ, എൻ്റെ പേര് ഷാജി ഫെർണാണ്ടസ്. ഞാൻ ഭാരത് ബുക്സ് എന്ന പബ്ലിഷിംഗ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നമ്മളൊരു പുതിയ പുസ്തകമായ ക്ലേ മോഡലിംഗ് ആൻഡ് സയൻസ് എക്സ്പെരിമെൻ്റ് എന്ന പുസ്തകം ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അതിൽ നമുക്ക് ക്ലേക്ക് വെച്ച് തയ്യാറാക്കുന്ന ക്ലേ നമുക്ക് പുറത്ത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല ഇപ്പോൾ. അത് കാരണത്താൽ നമുക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ക്ലേ എങ്ങനെ ഉണ്ടാക്കാം, അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ച് തന്നെ, നമ്മുടെ വീട്ടിൽ എന്നും ഉപയോഗിക്കുന്ന സാധനം അതെല്ലാം വെച്ച് തന്നെ നമുക്ക് ഒരു ക്ലേ തയ്യാറാക്കി എടുക്കാം. എങ്കിൽ നമുക്ക് എല്ലാ ക്ലേയും നമുക്ക് പല 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 കളറിൽ നമുക്ക് ക്ലേ ഉണ്ടെങ്കിൽ, നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം സാധനങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറേ ആർട്ടിഫിഷ്യലായിട്ടും കുറേ ആക്ടിവിറ്റീസായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ക്ലേ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി, നമ്മുടെ ഭാരത് ബുക്സിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഈ യൂട്യൂബ് ചാനലിൽ നമ്മുടെ കുട്ടികൾക്കായി, ചെറിയ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങളൊരു മാജിക് ഷോ അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രിക്കും നമ്മളിപ്പോൾ ശനിയാഴ്ച മാജിക് ഷോയുടെ ലൈവ് നിങ്ങൾക്കിടും. അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടതിന് ശേഷം അടുത്ത ദിവസം ഞായറാഴ്ച ദിവസം നിങ്ങളത് അടുത്ത ദിവസം കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ട്രിക്കും അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ നല്ല രസകരമായ മാജിക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള മാജിക് ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഇത് കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും നിങ്ങൾ മാജിക് കാണുക. നല്ല രസകരമായ മാജിക്കും അതിൻ്റെ ട്രിക്കുകളും എന്താണെന്ന് അറിയുക. നമുക്ക് ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട്ടിൽ നാച്ചുറലായിട്ട് എങ്ങനെ ക്ലേ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതാണ് സാധനം. ഇത് നാച്ചുറൽ അല്ല, ഇതുപോലെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് മൈദാമാവ്, ഉപ്പ്, ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല. അതിന് വേണ്ട എസൻസ് ആണ്, വെറുതെ ഒരു സ്മെല്ലിന് വേണ്ടി മാത്രം. സാധാരണ വെള്ളം, അക്രലിക് കളർ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങളാണ് ഇതെല്ലാം വെച്ച് എങ്ങനെ ക്ലേ ഉണ്ടാക്കാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞങ്ങളിത് ഈ ഒരു അളവിൻ്റെ ഇതിൽ, അളവൊന്നും വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉപ്പ് എടുക്കുവാണ്. അതുപോലെ 1 കപ്പ് വാട്ടർ, സാധാരണ വെള്ളം ഒഴിച്ചു. അത് ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ട് അലിയാൻ വേണ്ടി മാത്രം കുറച്ചിങ്ങനെ നല്ലപോലെ അലിയിക്കുക. വെറുതെ കൈ വെച്ച് ഇളക്കിയാൽ മാത്രം മതി, അതങ്ങ് അലിഞ്ഞോളും. ഇനി അലിഞ്ഞില്ല എന്ന് വെച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മൈദാമാവ് എടുക്കുക. മൈദാമാവ് ഞങ്ങൾ 1 കപ്പ് ഉപ്പാണ് എടുത്തത്, അതുകൊണ്ട് ഇതിന് 2 കപ്പ് മൈദാമാവ് എടുക്കുവാണ്. മൈദാമാവ് എടുത്തു കഴിഞ്ഞു. അതും നല്ലപോലെ അതിനൊപ്പം ചേർത്ത് കലക്കി അതിനോട് യോജിപ്പിക്കുന്നുണ്ട്. നല്ലപോലെ കുഴച്ച് റെഡിയാക്കുന്നുണ്ട്. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ഞാനിപ്പോൾ ഇതിലെടുത്തേക്കുന്ന എണ്ണ പാം ഓയിലാണ്. ഏത് ഓയിലായാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വെച്ച് നല്ലപോലെ കുഴച്ചതിന് ശേഷം കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരും. ഞങ്ങൾ ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്ന പോലെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു സ്മെല്ലിന് വേണ്ടി കുറച്ച് പെർഫ്യൂം ആഡ് ചെയ്യാം. ഇത് പുൽത്തൈലം നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഈ കെമിക്കൽസൊക്കെ കിട്ടുന്ന കടയിൽ കിട്ടും ഇത് വാങ്ങിക്കാനായിട്ട്. ഇപ്പോൾ ഇത്രയും മതി, കുറച്ചൊരു 2 ഡ്രോപ്സ് മാത്രം ഒഴിക്കുക. പെർഫ്യൂം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഇങ്ങനെ ഉരുണ്ടയാക്കുക. അത്രയേ ഉള്ളൂ. ക്ലേ ആയി കഴിഞ്ഞിട്ടുണ്ട്. ക്ലേയുടെ ഡോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 6 ക്ലേ ആണ് ഉദ്ദേശിക്കുന്നത്, 6 കളർ. അതുകൊണ്ട് തന്നെ 6 ബൗളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് 6
അതിനുശേഷം നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യാം. ആദ്യം തന്നെ റെഡ് കളർ, അക്രിലിക് കളറാണ്, മറക്കണ്ട. എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും ബുക്ക് ഷോപ്പിലും ഒക്കെ കിട്ടുന്നതാണ്. ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്താൽ മതി. 2 ഡ്രോപ്പൊക്കെയാണ് ഇതിന് ആവശ്യം വരുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതാ ഇവിടെ ഇങ്ങനെ വെക്കുന്നു. നല്ലപോലെ ഇതേ കണ്ടില്ലേ, നല്ലപോലെ ഇതിങ്ങനെ മിക്സ് ചെയ്യുക. നല്ല മിക്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് റെഡ് കളറിലുള്ള, ഇനി കളർ കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1 ഡ്രോപ്പും കൂടെ ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. ഇത് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് ഇതെല്ലാം സാധാരണ രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു റെഡ് കളർ നമുക്ക് കിട്ടും. നമ്മുടെ റെഡ് കളർ ദേ ആയിക്കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ലേ? റെഡ് കളറിലുള്ള ഒരു ഡോ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് റെഡ് കളറിൽ എന്തെങ്കിലും മോഡൽസ് ചെയ്യണമെങ്കിൽ അതിനൊപ്പം റെഡ് കളർ ഉണ്ടെങ്കിൽ നമുക്കിത് ആഡ് ചെയ്യാം. അങ്ങനെ ഈ റെഡ് കളർ ആയത് ഞങ്ങൾ അവിടെ തന്നെ അങ്ങ് മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം കൈ ഒന്ന് വാഷ് ചെയ്യണം. ഞങ്ങൾ നേരത്തെ എടുത്ത വെള്ളം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കളറ് മറ്റേ കളറിന് ഒപ്പമാകും. അത് വേണ്ട. കൈ ഒന്ന് ജസ്റ്റ് തുടയ്ക്കുക. അപ്പം നമ്മുടെ കയ്യിലെ നിറമൊക്കെ മാറിക്കഴിഞ്ഞു. കണ്ടോ, ഇത് പെയിൻ്റൊന്നുമല്ല, അക്രിലിക് കളർ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും പിടിക്കത്തില്ല, അതങ്ങ് പോയി കഴിഞ്ഞു. അടുത്തതായി ഞങ്ങൾ യെല്ലോ കളറാണ് എടുക്കാൻ പോകുന്നത്. നല്ല മഞ്ഞ കളറിൽ കിട്ടി. നല്ലപോലെ മിക്സ് ചെയ്യണം, അപ്പോഴേ ആ കളർ എല്ലായിടത്തും ആയി വരുള്ളൂ. ഇനി ഞങ്ങൾ അടുത്ത കളറിലേക്ക് പോവാണ്. ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. വലിയ ക്വാണ്ടിറ്റി എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസങ്ങളും അങ്ങനെ ഇരിക്കും. കണ്ടല്ലോ, ദേ പച്ച ആയിക്കഴിഞ്ഞു. ഞങ്ങൾ ക്ലേ ഉണ്ടാക്കി കഴിഞ്ഞു. 6 കളറും ഇവിടെ റെഡിയാണ്. ചുവപ്പ്, യെല്ലോ, ലീഫ് ഗ്രീൻ, ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക്. 6 കളറും ആയിക്കഴിഞ്ഞു. ഇത് കണ്ടല്ലോ, ഇത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചതാണ്. ഇത് ഞങ്ങൾ വീട്ടിലുള്ള അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കിയ ക്ലേ ആണ്. 6 കളർ കിട്ടിയിട്ടുണ്ട്. ഈ 6 കളർ വെച്ച് ഇഷ്ടാനുസരണം നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മുടെ ഭാരത് ബുക്സിൻ്റെ പുതിയൊരു പ്രസിദ്ധീകരണമാണ്. ക്ലേ മോഡലിങ്ങും സയൻസ് പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള മോഡൽസും കാണിക്കുന്നൊരു ബുക്കാണ്. ഇതിനാണ് ഞങ്ങൾ ഈ ക്ലേ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. ഇതിൽ അത്യാവശ്യം കുറേ മോഡൽസ് ഉണ്ട്. നമുക്ക് ഈ ക്ലേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിലുള്ള മോഡൽസിനെ പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ കിടപ്പുണ്ട് കാറ്, ഫ്രോഗ്, നമുക്ക് ഇഷ്ടമുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. മാംഗോ, അങ്ങനെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് ഞാൻ മക്കൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായോ? മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. ഓക്കെ, ബൈ.